ഐറ്റം നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. ഒരു വ്യത്യസ്ത ടേസ്റ്റാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ഇനി ചായയുടെ കൂടെ സ്നാക്കായിട്ട് കഴിക്കാം. എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഏത് സമയത്തും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു ക്യാബേജ് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ക്യാബേജാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഈ ഒരു ക്യാബേജിൻ്റെ ഈ ഒരു ബാക്ക് സൈഡ് ഇതുപോലെ ഒന്നങ്ങ് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആ ഒരു നടുക്കുള്ള ഭാഗം ഉണ്ടല്ലോ, അതാണ് വേണ്ടത്. അപ്പോൾ നടുക്കുള്ള ഭാഗത്തിൽ നിന്ന് ഇതുപോലെ കനം കുറച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് വീതിയിൽ കട്ട് ചെയ്തെടുക്കേണ്ട, ചെറിയൊരു കനത്തിൽ ഇതുപോലെ റൗണ്ടിൽ ഒന്നങ്ങ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലൊരു ക്യാബേജിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഒരു 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3-4 ചെറിയുള്ളി ഉണ്ടല്ലോ, അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. സവാള വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ, പക്ഷേ കുറച്ചും കൂടി ടേസ്റ്റ് ചെറിയുള്ളിയാണ്. ഇനി ഇതിലേക്ക് വറ്റൽമുളകാണ് ഞാൻ മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നത്. പകരം പച്ചമുളക് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനൊരു ആ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഉണക്കമുളക് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതുപോലെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു വെളിച്ചെണ്ണ ചൂടാകുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാബേജിൻ്റെ പീസ് ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മുട്ട മിക്സ് ചെയ്ത് വെച്ചതും ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ക്യാബേജൊക്കെ നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം ഒന്നങ്ങ് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഒരു സൈഡ് റെഡി ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിത് മൂടി തുറന്നിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് ഈ ഒരു ഭാഗവും നന്നായിട്ട് തീ കുറച്ച് വെച്ചിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അത്യാവശ്യം ചൂട് കട്ടിയുള്ള ഒരു പാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കരിഞ്ഞൊന്നും പോകില്ല പെട്ടെന്ന്. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള അയണിൻ്റെ കടായിയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് സിമ്പിളായിട്ട് എളുപ്പത്തിൽ വേവിച്ചെടുക്കാൻ പറ്റും കേട്ടോ, കരിഞ്ഞൊന്നും പോകാതെ. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ആ ഒരു ഉള്ളിലുള്ള ക്യാബേജൊക്കെ ഒന്ന് നന്നായിട്ട് കുക്കായി വരുന്നത് വരെ ഈ ഒരു സൈഡും വേവിച്ചെടുത്തിട്ട് നമുക്കിതായി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതാ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കഴിക്കാം. അപ്പോൾ ഒരു നമ്മൾ സാധാരണ ഓംലേറ്റ് ഉണ്ടാക്കുന്നതിൽ നിന്നും അതിൻ്റെ ഉള്ളിൽ ക്യാബേജും കൂടെ വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പം ഞാൻ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്